വയനാട്ടിലെ കാട്ടിനോട് ചേർന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ഒരു റിസോർട്ടിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ പ്ലേയിങ് ഏരിയ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ളത്. കൂടുതൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെയാണ് ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. മെയിൻ ഡിഷസ് എല്ലാം റെസ്റ്റോറൻറ്റിൽ സർവ് ചെയ്യും. പേരെന്താണ്? സുജിത്ത്. നമ്മളുടെ ഈ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ എവിടെ വരുന്നത്? ഇത് മാനന്തവാടി താലൂക്കിലാണ്. പെരിയ എന്ന് പറഞ്ഞ പെരിയ ടൗണിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 5 കിലോമീറ്റർ. ഐനിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോട്ടേജിന്റെ ഡീറ്റെയിൽസും കാര്യം സ്റ്റേന്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറയാം. 6 കോട്ടേജ് ആണുള്ളത്. അതിൽ 7 റൂം, ഒരെണ്ണം ഡബിൾ ബെഡ്റൂം കോട്ടേജ് ആണ്, ബാക്കിയെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ. പിന്നെ 5 റൂംസ് ഉണ്ട്. അതിൽ നമുക്ക് ട്രിപ്പിൾ ഷെയറിംഗിൽ കൊടുക്കാം, ഒരു ഡോം പോലെ അത് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഡബിൾ ഷെയറിംഗ് ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ പിന്നെ 5 ട്രൈബൽ ഹട്ട് ഉണ്ട്. ട്രൈബൽ ഹട്ട് പോലെ കുടില് മാതിരി. അതിൽ എത്ര പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും? അതിൽ 5 എണ്ണം ഉണ്ട്. അതൊരു ട്രിപ്പിൾ ഷെയറിംഗിൽ ചെയ്യാൻ പറ്റും. മാക്സിമം എത്ര ആളെ ഇവിടെ ടോട്ടൽ? ഒരു 45 പേര് ഒരേ ടൈമിൽ ഒറ്റ ടൈമിൽ. ഫുഡൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആയിട്ടാണ്. ഓക്കെ. റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് കോട്ടേജസിനാണെങ്കിൽ നമ്മൾ ഡബിൾ ഷെയറിംഗിൽ ഫാമിലി ആണെങ്കിൽ 5,000 വരും. അല്ലാതെ നമ്മൾ പെർ ഹെഡ് റേറ്റ് ആണെങ്കിൽ ഗ്രൂപ്പ്സ് ഒക്കെ ആകുമ്പോൾ പെർ ഹെഡ് ആകുമ്പോൾ 2,000 റേറ്റ് വരും അല്ലേ? ഓക്കെ. പിന്നെ ഇവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, മറ്റേ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും സൈറ്റ് സീയിങ് അങ്ങനത്തെ എന്തെങ്കിലും? നമുക്ക് മോർണിംഗ് ഒരു ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ. ടീ എസ്റ്റേറ്റ് തൊട്ടടുത്താണ്. 2 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഡിസ്റ്റൻസ്. നല്ല വ്യൂവും കാര്യം, സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ. അതേപോലെ ഇൻഡോറൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട്. അതിനകത്ത് ഇൻഡോറിൻ്റെ ചെസ്സും ക്യാരംസ് അങ്ങനെയുള്ള ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ. മിനി ഗോൾഫ് ഇതൊക്കെ. പിന്നെ ഇത് ഫോറസ്റ്റിനോട് ചേർന്നിട്ടാണ്. പക്ഷെ നമുക്ക് ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫേസിങ് ഫോറസ്റ്റ് ആണ്. അതേപോലെ എല്ലാ കോട്ടയിൽ നിന്നും വ്യൂസ് ഉണ്ട്. ആ മേലെ ഗ്രൗണ്ടിൽ നിന്ന് എല്ലായിടത്തേക്കും നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. ഗപ്പീസിന്റെ ഒരു മായാ ലോകമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കുപ്പികളിലും ചെടിച്ചട്ടികളിലും ചെറിയ കുളങ്ങളിലൊക്കെ ഒരുപാട് ഗപ്പികൾ ഇവിടെ കാണാം. വയനാട്ടിലെ ട്രൈബൽസായ കുറിച്യ വിഭാഗക്കാർ ഇവിടെ അടുത്തൊരു കോളനിയിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. റിസപ്ഷനോട് തൊട്ട് താഴെ തന്നെ കേട്ടോ ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റാക്കിയിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പൂജകളും മൺപാത്രങ്ങളും പാളത്തൊപ്പികളൊക്കെ ഇവരിങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പെയിന്റിങ്സും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവരുടെ ഹൈജീനിക് ആയിട്ടാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റ് കീപ്പ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. ഇവിടുത്തെ മാനേജർ തന്നെയാണ് ഇവിടുത്തെ കുക്കും. കിട്ടില്ല ഭക്ഷണമാണ് പുള്ളി മേക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ആ ചോറിൻ്റെ കൂടെയുള്ള കറികളും പിന്നെ തോരനും മീൻ കറിയും ചിക്കൻ ഫ്രൈ ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് റൂമിലൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പ്ലേയിങ് ഏരിയയിലേക്ക് വന്നു. ഈ റിസോർട്ടിന്റെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഗ്രൗണ്ടാട്ടോ. ക്രിക്കറ്റും ബാഡ്മിന്റനും ഫുട്ബോളും അങ്ങനെ ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ട് കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞ് ഒരു കപ്പ് കോഫി എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ റിസോർട്ടിന്റെ കുറെ വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. സുജിത്തേട്ടൻ്റെ പാട്ടിൻ്റെ കൂടെ ഇവിടെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കൂടുതൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെയാണ് ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. മെയിൻ ഡിഷസ് എല്ലാം റെസ്റ്റോറൻറ്റിൽ സർവ് ചെയ്യും. പക്ഷെ ബാർബിക്യൂ അങ്ങനെയുള്ള സൈഡ് ഡിഷസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ലൈവായിട്ട്.
നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഫിഷ് മോളിയാണ്. ഇത്രയേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് വരുന്നത് അല്ലേ? ഓക്കെ. കോക്കനട്ട് മിൽക്കാണ് ഒന്നാം പാല്, രണ്ടാം പാല്, കോക്കനട്ട് മിൽക്ക്, സ്ലൈസ് ഓണിയൻ, ടൊമാറ്റോ, ഗാർലിക്, ജിഞ്ചർ. ഫിഷ് ആഡ് ചെയ്തു അല്ലേ? ഫിഷ് ആഡ് ചെയ്തു. ഓക്കെ. നമ്മൾ ഫിഷ് ആഡ് ചെയ്തിട്ട് അതൊന്ന് കുക്കാവുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഗാർണിഷിംഗ് പർപ്പസ് ആണ്. ടൊമാറ്റോ ആയിക്കോട്ടെ, ക്യാപ്സിക്കം ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക്. ഇത് ഫൈനൽ ഗാർണിഷിംഗ് ആണോ? അല്ല, ഫൈനൽ ചെയ്യാൻ ഇത് ഒന്ന് ജസ്റ്റ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇത് എടുക്കാം. ഓക്കെ. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ടൊമാറ്റോ കൂടെ ഒന്ന് കുക്കാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇച്ചിരി കൂടെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇത് എടുക്കാം. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ്. ഈ റിസോർട്ടിൽ തന്നെ ഉണ്ടാക്കിയ 2 വർഷം പഴക്കമുള്ള വൈനും പ്ലം കേക്കും ആയിട്ട് നമുക്ക് ആദ്യം ഇവർ സർവ് ചെയ്തിട്ടുള്ളത്. പിന്നീട് സുജിത്തേട്ടൻ വിളമ്പിയ നല്ല കിടിലൻ പാലപ്പം ചിക്കൻ സ്റ്റൂ ആണ്. ചിക്കൻ കട്ട്ലേറ്റ് വിത്ത് സലാഡ്. പിന്നെ നെക്സ്റ്റ് ഡിഷ് കഴിക്കുമ്പോൾ നാവിൻ്റെ രുചി ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബീട്രൂട്ട് സലാഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ഇടിയപ്പം. ഇവിടെ സ്പെഷ്യൽ ഫിഷ് മോളിയാണ് കേട്ടോ. ഫുഡൊന്നും രക്ഷയില്ലായിരുന്നു കേട്ടോ, കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഫൈനലി ഇവരുടെ ഹണി വിത്ത് ഐസ്ക്രീമും പിന്നെ കൊഴുക്കട്ടയും. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടോ. പിറ്റേന്ന് രാവിലെ നല്ല കോഫി കുടിക്കാനും ഇവിടെ അടുത്തുള്ള കാഴ്ചകളും കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ കാണുന്നതാട്ടോ നമ്മളെ റൂം. റിസപ്ഷനിലേക്ക് ഈ കാണുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് നേരെ താഴത്തേക്ക് പോകണം. ഒരു ഫാം ഹൗസ് പോലെ കേട്ടോ ഇവർ ഈ കാടിനോട് ചേർന്ന് ഇത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് ചെടികളും ഔഷധ ചെടികളും എല്ലാം നമുക്കിവിടെ കാണാം. സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭത്തിനെ ഇവിടെ കാണാൻ പറ്റിയിട്ടോ. നാഗചിത്രശലഭം. അതിൻ്റെ ഒരു ചിറക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ജീപ്പിലാട്ടോ പോകുന്നത്. ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാനും ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ കാണാനൊക്കെ പ്രത്യേക വൈബാട്ടോ. ഇവിടുത്തെ അധികം ആൾക്കാർ ഇവിടെ പാഷൻ ഫ്രൂട്ടാണ് കൃഷി ചെയ്യുന്നത്. കുന്ന് കയറാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ കയറി വന്നപ്പോൾ മുകളിലെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു കേട്ടോ. ചുറ്റും തേയിലത്തോട്ടങ്ങളും താഴത്തെ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ അല്ലേ, നല്ല അന്തരീക്ഷം. തിരിച്ചു നടന്നപ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് ഫുള്ളായിട്ട് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് കണ്ടു. ഈ തോട് ക്രോസ് ചെയ്ത് ഞങ്ങൾ നേരെ പോകുന്ന ഒരു പടവലങ്ങ തോട്ടത്തിലേക്ക് കേട്ടോ. ദിലീപിന്റെ മഴത്തുള്ളിക്കിലുക്കം കണ്ടപ്പോൾ തന്നെ ഒരു പടവലങ്ങ തോട്ടം കാണുന്നത് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു കൃഷി തുടങ്ങിയാലെന്നൊക്കെ ആലോചിക്കും. പോകാനും വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പോഴാണ് ചെറിയൊരു തോട്, അതിന്റെ മുകളിലൊരു പാലം, തൊട്ടപ്പുറത്തൊരു ആൽമരം, അതിലൊരു ഊഞ്ഞാലും കണ്ടത്. പിന്നെ കുറച്ചു നേരം ഊഞ്ഞാലാടി. ഉയരത്തിനനുസരിച്ച് എല്ലാവരും ആടി ആസ്വദിച്ചു. കുന്നും മലയൊക്കെ കയറി ട്രെക്കിങ് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴേക്കും സുജിത്തേട്ടൻ നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാഷൻ ഫ്രൂട്ട്, കൊഴുക്കട്ട, നല്ല പുട്ടും ചെറുപയർ കറിയും, പിന്നെ ബ്രെഡും ജാമും ബട്ടറും, പിന്നെ കിടിലൻ ഓംപ്ലേറ്റും. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുജിത്തേട്ടൻ നെക്സ്റ്റ് ഡിഷ് കൊണ്ടുവന്നത്. നല്ല പൂരിയും ബാജിയും. നല്ല ഹെൽത്തി ആയിട്ട് നല്ല രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നേരെ ഇവരുടെ ഗെയിംസ് കളിക്കാൻ വേണ്ടി വന്നാട്ടോ. ക്യാരംസ്, ചെസ് ബോർഡ്, പിന്നെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മിനി ഗോൾഫൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വരുന്ന വെക്കേഷനിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന കിടിലം പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ ഓക്സി ഫാം റിസോർട്ട്. ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.